ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു. നബിയെ, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരു ചെയ്യുന്നവരോട് ഇഷ്ടം കാണിക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് അവരുടെ ഒരു പ്രത്യേകതയും അതാണ്. വലൗ കാനു ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറത്തഹും. അതൊരു പക്ഷേ ശത്രുപക്ഷത്ത് നിൽക്കുന്നയാൾ പിതാവോ സഹോദരനോ കുടുംബമോ ബന്ധുജനമോ എന്തുമാവാം, മക്കളോ ആവാം. പക്ഷേ ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയാന്തരങ്ങളിൽ അല്ലാഹു ഈമാൻ മുദ്ര ചെയ്തു വെച്ചുപോയി. വഅയ്യദഹും ബിറൂഹിൻ മിൻ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് അല്ലാഹു പ്രത്യേകം ആ വിഭാഗം ആളുകളെ അല്ലാഹു സഹായിക്കുകയും ചെയ്തു. തഅയീദ്, സഹായിച്ചു. അയ്യദഹും ബിറൂഹിൻ മിൻ, അല്ലാഹു സഹായിക്കുകയും ചെയ്തു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു പണി അതാണ്. മുഅ്മിനീങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു, മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെടുന്നു, മുഅ്മിനീങ്ങളുമായി സഹകരിക്കുന്നു. അപ്പൊ ചിലപ്പോഴൊക്കെ ജിബ്രീൽ വരുമ്പോ അലൈഹിസ്സലാം, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, ആകാശത്തിന്റെ നായകൻ സയ്യിദുനാ ജിബ്രീൽ, മുതാഇൻ തമ്മ അമീൻ ദൂ ഖുവ്വ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയാണ്, വിശേഷിപ്പിക്കാണ് മുതാഇൻ തമ്മ അമീൻ. ആ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രത്യേകത മുത്താ ആണ്, നേതാവാണ്. തമ്മ അമീൻ, വിശ്വസ്തനാണ്. ദൂ ഖുവ്വത്തിൻ, ശക്തനാണ്. ഇൻദ ദിൽ അർശി മക്കീൻ, ദുൽ അർശ്, അർശിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാന്റെ മുമ്പിൽ മക്കീൻ, സ്വീകാര്യനാണ്, വലിയ സ്വീകാര്യനാണ്. അങ്ങനെ സ്വീകാര്യനായിട്ടുള്ള സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. പരിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദ്റിലാണ് നാം അവതരിപ്പിച്ചത്. ഏകാന്തമായ ഒരു രാത്രിയുടെ പുണ്യമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം. ഏകാന്തതയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത്. ചിലപ്പോഴൊക്കെ ഏകാന്തതകൾ ഈമാനെ ഇങ്ങനെ പരിപോഷിപ്പിക്കും. നോക്കൂ, എല്ലാ പ്രവാചകന്മാരും ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ ബുദ്ധനെ കേട്ടിട്ടില്ലേ? ബുദ്ധൻ ഏകാന്തമായിരുന്നു. ഒരുപക്ഷെ ആരായിരിക്കാം, അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ പ്രവാചകന്മാരും ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഏകാന്തമായി ഹിറയിൽ ഇരിക്കുന്ന നേരം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂക്തങ്ങൾ, ഇന്ന് നമ്മൾ ഓതിക്കേട്ട പരിശുദ്ധമായ സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കുന്നു. മാ നബി ഖാരി, ഞാൻ ഓതാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നു. വീണ്ടും വീണ്ടും അണച്ചുപിടിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലിനെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് ഓതി കേൾപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ പോലും അത്ഭുതങ്ങൾ പറഞ്ഞു വച്ച ഒരു ഗ്രന്ഥം. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഉമ്മയുടെ ഗർഭപാത്രത്തെ കുറിച്ച് 1400 കൊല്ലം മുമ്പ് ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ശാസ്ത്രീയമായ അന്വേഷണ സത്യങ്ങളെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞുപോയ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ലീച്ച്, ഒരട്ട പോലെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അന്ന് ഒരു തരത്തിലും അങ്ങനെ ഒരു ചിന്ത മുളപ്പിച്ചു വരാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിന്റെയും ഒരു സാങ്കേതികമായ ഒരു വിദ്യയുടെയും സൗകര്യമില്ലാത്ത കാലത്താണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മാതാവിന്റെ ഗർഭപാത്രത്തിൽ അലഖ്, അട്ടകളിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമധേയത്തിൽ വായിക്കുക. അലഖ്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് പഠിക്കാൻ കഴിയുന്ന ഒന്നും അന്നില്ല. ഒരു എംബ്രിയോളജിയും അന്നില്ല. എംബ്രിയോളജി അഥവാ ഭ്രൂണശാസ്ത്ര സംബന്ധമായ ഒരു ജ്ഞാന പരിസരവുമില്ലാത്ത മക്ക എന്ന വരണ്ട സാംസ്കാരിക ഭൂമി, സാംസ്കാരികമായി വരണ്ട, കേവലം പരിസ്ഥിതി മാത്രം വരണ്ടു പോയതല്ല, സാംസ്കാരികമായി പോലും വരണ്ടു നിന്ന ആ ഭൂമിയെ നനപ്പിച്ചും കുളിർപ്പിച്ചും വന്ന പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ സൂചനയാണ് ഖലഖൽ ഇൻസാന മിൻ അലഖ്.
അവിടെ നിന്ന് തുടങ്ങണം. അതെല്ലാം അവതീർണമായിട്ടുള്ള രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അതും മതി, അതിനേക്കാൾ വലുതെന്തിനാണ്? ഖുർആൻ നിങ്ങൾക്ക് തന്ന രാത്രിയാണ് ഈ പരിശുദ്ധ രാത്രി. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. എല്ലാത്തരം നന്മയും മനുഷ്യരാശിയെ പഠിപ്പിച്ച ഗ്രന്ഥം. അതല്ലാത്ത മറ്റെന്താണ്? മറ്റേതു ഗ്രന്ഥമാണ് മാനവ സമൂഹത്തിന് ഇത്രമേൽ ഉജ്ജ്വലമായ നന്മ നൽകാൻ കഴിയുന്ന ഗ്രന്ഥം? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഇങ്ങോട്ടിരിക്കടാ ഒരു ഹാഫിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓതുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ആ ചുണ്ടിങ്ങനെ മന്ത്രിക്കണാണ്. അതാ ഞാൻ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായത്, ഏറ്റവും നന്നായത്, ആ നന്നായ മാർഗത്തിലേക്കാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം സമൂഹത്തെ കൊണ്ടുപോയത്. ഏറ്റവും മോശമായിടത്ത് നിന്ന്, അല്ലേ, ഏറ്റവും മോശമായിടത്ത് നിന്ന്, മനുഷ്യത്വം എന്ന് പറയാവുന്നതൊന്നുമില്ലാത്ത ഒരു ജനവിഭാഗത്തിന്റെ ഉള്ളിനെ ഇത്ര സംസ്കരിച്ച് 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 എത്ര മൃദുലമാക്കി ആ ഖുർആൻ. അതിൽ ഏറ്റവും മനോഹരമാക്കിയത് ഇതാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിന്റെ ഒരു പുണ്യം കിട്ടൂല. ആർക്കെന്നറിയോ? 4 പേർക്ക്. 4 പേർക്ക് ലാ യഗ്ഫിറുല്ലാഹു ലഹും, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. ആരെന്നറിയോ? ഒന്ന് മുദ്മിനുൽ ഖംറാണ്, പെരുങ്കള്ളുകുടിയൻ. കള്ളിങ്ങനെ കുടിച്ച് 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 ജീവിക്കാം. വേറൊരു ഹദീസിലുണ്ട്, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല 3 പേർ. ഒന്ന് മുദ്മിനുൽ ഖംർ, കള്ളുകുടിയൻ. മറ്റൊന്ന് ദയ്യൂസ്. 3 അർറജുല. അപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, മുദ്മിനുൽ ഖംറിനെ ഞങ്ങൾക്കറിയാം, പക്ഷേ കാരണം എന്താണ്? കള്ളുകുടിയന്മാരെ ഞങ്ങൾക്ക് അറിയാമെന്ന് റസൂലുള്ളാഹിനോട് പറയാൻ കാരണം അവർ കള്ളുകുടിയന്മാരായിരുന്നു, കുടിച്ചു കുടിച്ച് ജീവിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വർത്തമാനം പറയുന്നത്, കള്ളുകുടിയന്മാരെ. നഅരിഫു മൻ മുദ്മിനുൽ ഖംർ യാ റസൂലല്ലാഹ്, ആരാണ് ഈ കള്ളുകുടിയൻ എന്ന കാര്യം ഞങ്ങൾക്കറിയാം, പക്ഷെ ആരാണ് നബിയെ ദയ്യൂസ് എന്ന ചോദ്യം. മനി ദയ്യൂസ്, ആരാ റസൂലെ ദയ്യൂസ്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ദയ്യൂസ് അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലിഹി, അവനവന്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് മറ്റൊരുത്തൻ ഇറങ്ങിപ്പോയാലും പ്രശ്നമാക്കാത്തവനുണ്ടാകും എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന ജല്ല ജലാലു. ഇതപ്പോ ഈ 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടുള്ളൂ. എന്താണ്? കപ്പിൽ ഷോപ്പിംഗ്. അള്ളാഹു നമ്മുടെ സമൂഹങ്ങളെ കാക്കട്ടെ. കപ്പിൽ മനസ്സിലായില്ല അല്ലെ? കപ്പിൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ, കപ്പിൽ എന്ന് പറഞ്ഞ ദമ്പതികൾ, അവരങ്ങോട്ടും ഇങ്ങോട്ടും. സുബ്ഹാനല്ലാഹ്. അത് എത്ര മുമ്പാണ് പുണ്യനബി പറയുന്നത്? ഞാൻ ഈ ഹദീസ് പലവട്ടം ഒരുപക്ഷെ എന്റെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തവർക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഈ സമീപകാലത്തൊന്നും അല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഹദീസ് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. ദയ്യൂസ് അല്ലത്തി ലാ യുബാലി മൻ ദഖല അലാ അഹ്ലിഹി. അന്ന് ആ സ്വഹാബിക്ക് മനസ്സിലാവണില്ലല്ലോ. കാരണം അവൻ ഇത്രമേൽ സാംസ്കാരികമായി മോശമായിരുന്ന, അധപതിച്ചിരുന്ന ഒരവസ്ഥയിൽ പോലും അവന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ വരാൻ പോകുന്നു എന്നാണ് ഹബീബ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് പരിഷ്കരിക്കപ്പെട്ടു, സ്വഹാബത്ത് ശുദ്ധരായി. പക്ഷെ സ്വഹാബത്തിന് അറിയാവുന്ന ഒരു സമയവും ഒരു കാലമുണ്ട്. ആ കാലത്ത് പോലും അവർക്ക് അനുമാനിക്കാനും ചിന്തിക്കാനും പറ്റാത്ത തരത്തിലുള്ളത്. അതാണ് റജുല. പിന്നെ പറഞ്ഞത് അതാണ് റജുല. ആരാണ് റജുല എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു, അല്ലത്തി തശബ്ബഹു ബിറിജാൽ, പുരുഷനെ പോലെ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ. ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്ന സ്ത്രീ ശുദ്ധമണ്ടത്തരാണ്. അങ്ങനൊരു സംഭവമില്ല. ഇക്വാലിറ്റി ഇല്ല, ന്യൂട്രാലിറ്റിയും ഇല്ല. ഉള്ളത് ജെൻഡർ ജസ്റ്റിസ് ആകണം. അതായത് ഈ 2 ജെൻഡറുകൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുക. മറ്റൊക്കെ ജെൻഡർ എന്ന് പറയാൻ കഴിയില്ല. അവക്കൊക്കെ ഉണ്ടാവേണ്ട എല്ലാത്തിനുള്ള നീതി, എല്ലാത്തിനും നീതിയുണ്ട്. പെണ്ണിന്, ആണിന്,
ഇനി രണ്ടുമല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് എല്ലാത്തിനും നീതി ദീൻ പറഞ്ഞതാണ്. എന്തിന്? ചില ആളുകൾ സ്വഹാബാക്കളിൽ തന്നെ അങ്ങനെ ഈ പുരുഷനും സ്ത്രീയുമല്ലാത്ത വിധത്തിലുള്ള അത്തരം ആളുകൾക്ക് പ്രത്യേകം റസൂലുള്ള പരിഗണന കൊടുത്തിട്ട് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല എന്ന നിലക്ക് ഹുൻസ ആയിട്ടുള്ള സ്വഹാബാക്കളോട് റസൂലുള്ള പ്രത്യേകം മമത കാണിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദ്വാരപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ജെൻഡർ ജസ്റ്റിസിന് റസൂലുള്ള പണ്ടേ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പരിഗണന കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ലാ യഗ്ഫിറുല്ലാഹു ലഹും, റസൂലുള്ള പറയാണ്, ഒന്ന് മുദ്മിനുൽ ഖംറാൻ, മറ്റൊന്ന് ആഖുൽ വാലിദൈനാണ്. ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ. അല്ലാഹു കാക്കട്ടെ. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിങ്ങളുടെ വിനയത്തിന്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കണേ എന്ന്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, എന്നിട്ട് അവരോട് രണ്ടുപേരോടും വളരെ ബഹുമാനപൂർവ്വം സംസാരിക്കണേ എന്ന്. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന് ചിന്തിക്കരുതേ എന്ന്. ഛേ എന്ന് പറയരുതേ എന്നല്ല ശരിക്കും പറഞ്ഞാൽ, ചിന്തിക്കരുതേ എന്ന്. ആശയാർത്ഥം പറഞ്ഞാല് ചിന്തിക്കരുതേ എന്ന്. എന്താ കാരണം? ചിന്തിക്കാൻ പോലും പാടില്ല. മാതാവിന്റെയോ പിതാവിന്റെയോ ശരീരത്തിൽ നിന്ന് ഒരു അനിഷ്ട വസ്തു നമുക്ക് നീക്കം ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ ആ സമയത്ത് പോലും എന്തൊരു ദുർഗന്ധം എന്ന് പോലും ചിന്തിക്കുന്നത് പോലും ആ ഛേ എന്നതിന്റെ പരിധിയിൽപ്പെടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കി, ഛേ ആഖുൽ വാലിദൈൻ. പിന്നെ പറഞ്ഞവർ ഖാത്തിഉർ റഹ്മാൻ, ഖാത്തിഉർ റഹ്മ. ചില സന്ദർഭങ്ങളിൽ പുണ്യനബി ദുആക്ക് മുമ്പ് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, കുടുംബ ബന്ധങ്ങൾ മുറിച്ചവരാരുണ്ടോ? ഉണ്ടെങ്കിൽ എണീറ്റു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടെങ്കിൽ എണീറ്റു, ഇല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ആരുടെയും ദുആ സ്വീകരിക്കൂല. കൂട്ടത്തിലുള്ളവരുടെ ദുആ സ്വീകരിക്കൂല. കാരണം അത്ര ബന്ധിക്കേണ്ട ഒന്നാണ് കുടുംബ ബന്ധം. ഖാത്തിഉർ റഹ്മ. അങ്ങനെ പോയിട്ടുണ്ട് സ്വഹാബി, എന്നിട്ട് തിരിച്ച് എല്ലാം ചേർത്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ അത്രമേൽ ഗൗരവത്തോടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മറ്റൊരാളാണ് മുഷാഹിൻ. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സാധനമാണത്. ഈ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ കിബ്ർ, കുശുമ്പ്, അതായത് അസൂയ. ഇത് രണ്ടും കൂടിക്കലർന്നിട്ട് മനുഷ്യരോട് എപ്പോഴും ഒരു തരം മുരട്ട് സ്വഭാവത്തിൽ പെരുമാറുന്നവൻ, അവനാണ് മുഷാഹിൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നോടത്ത് നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് ശക്തിവിശേഷങ്ങൾ എന്ന് പറയാൻ കഴിയുന്നതും, ഒന്ന് നന്മയുടെയും മറ്റൊന്ന് തിന്മയുടെയും രണ്ടൊന്ന് മാറി വരുമ്പോ മലക്കുകളോടും അതുപോലെ മനുഷ്യനോടും ചേർന്ന് ധർമ്മം, നന്മ നിലനിൽക്കുമ്പോ ഇത് രണ്ടിനോടും കാണുന്ന അടങ്ങാത്ത പകയുടെ പേരെന്താ? ഇബ്ലീസ്. അല്ലേ? അടങ്ങാത്ത പകയുടെ പേരാണ് ഇബ്ലീസ്. എന്തായിരുന്നു ഇബ്ലീസിന്റെ പ്രശ്നം? ഇബ്ലീസിന്റെ പ്രശ്നം ഇതാണ്, കിബ്റും അസൂയയും. അല്ലേ? ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. എന്തിനാ നീ ആദമിന് സുജൂദ് ചെയ്യാതിരുന്നതെന്ന് ചോദ്യം ചോദിക്കുമ്പോ അവനെ സൃഷ്ടിച്ചത് നീ കുഴഞ്ഞ മണ്ണിന്റെ സത്തയിൽ നിന്നാണ്. നാറുന്ന മണ്ണാണത്, ചീഞ്ഞ മണ്ണ് എന്നാണ് അതിന് പറയാ. കാരണം മനുഷ്യനെ ശരിക്കും പറഞ്ഞാല് അവന്റെ ആ ഒരു ശരീരം ഒന്ന് ചീഞ്ഞു തുടങ്ങിയാൽ അത് വളരെ ദുർഗന്ധം വമിക്കുന്ന ഒന്നാണ്. അതേപോലെ ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള ഒരു മണ്ണ് കുഴച്ചെടുത്തിട്ടാണ് മനുഷ്യന്റെ റോ മെറ്റീരിയൽ സൃഷ്ടിച്ചതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. തഫ്സീറുകളിലൊക്കെ കാണാം. ഖുർആൻ അങ്ങനെ പറയുന്നു. മഹീൻ, ദുർഗന്ധം വമിക്കുന്ന തരത്തിലതാണ്. അത് ചൂടാക്കി എടുക്കുന്നതാണ്. അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. മണ്ണ് രണ്ടർത്ഥത്തിൽ ചൂടാവണം. ഒന്നുകിൽ അതാണ് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയും, തൗബയുടെ ചൂടുകൊണ്ട് കണ്ണുനീർ ബാഷ്പങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന വിധം നിന്റെ മണ്ണിനെ നിനക്ക് ചൂടാക്കാനാവോ? എന്നാൽ നിനക്ക് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനാവും. കാരണം മണ്ണിന് ഏതെങ്കിലും ഒരു ചൂട് പറ്റണം, എന്നാലേ അതിന് കട്ടി കൂടൂ.
ഇഷ്ടിക അങ്ങനെയല്ലേ ചൂടാക്കുമ്പോ. അപ്പൊ അതുപോലെ തൗബയുടെ ചൂട് കൊണ്ട് കണ്ണിങ്ങനെ ഒഴുകുമ്പോ ആ ചൂടേറ്റിട്ട് നിന്റെ ഹൃദയം നന്നാവണം. അപ്പോഴോ നിനക്ക് നരകം നിഷിദ്ധമാക്കപ്പെടും. കാരണം ഇവിടെ ആ ചൂട് കിട്ടിയിട്ടുണ്ട്, അവിടെ ആ ചൂട് നിനക്ക് തരൂല. ഏത് ചൂട് തരൂല? നരകത്തിന്റെ ചൂട് തരൂല. നമ്മളൊന്ന് ചെല്ലിക്കേ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ ഖുവ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. ഇതാരെയാണ്? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രത്യേക ദുആയാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, നിന്റെ ഫിർദൗസിന് ഞാൻ അർഹനല്ല. വലാ ഖുവ അലാ നാരിൽ ജഹീമി, നിന്റെ സ്വർഗത്തിന് അർഹനല്ല, പക്ഷെ നരകത്തിൽ കിടക്കാനുള്ള ഒരു ശക്തിയും എനിക്കില്ല. അതുകൊണ്ട് ഫഹബിലി തൗബത്തൻ വഗ്ഫിർ ദുനൂബി, നീ എനിക്ക് പാപമോചനം തരണേ അല്ലാഹ്. നിന്റെ ഔദാര്യമായിട്ട് പാപമോചനം. നിന്റെ ചോദ്യം അതിനൊന്നും മാത്രം യോഗ്യമല്ല, പക്ഷെ നിന്റെ ഔദാര്യം, നിന്റെ റഹ്മത്ത് അത് പ്രാപ്താണ്. നീ കാരുണ്യം കൊണ്ട് എന്നെ നോക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അതാരാണ് ഇങ്ങനെ നിരന്തരം പാടി നടന്നത്? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്നഹു യുആഫു ഖൽബി യുആഫു ഫീ ഖൽബി, എന്റെ ഹൃദയത്തിലും ചിലപ്പോ അള്ളാഹുവിനോടുള്ള ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ വന്നു എന്ന് വരാം. അപ്പോ ഞാൻ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു എന്ന് പറയുന്നയാൾ ഈ ഭൂമിയിൽ അതുപോലെ ശുദ്ധമായ ഒരു മനസ്സ് ഈ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിക്കാത്ത വിധം ശുദ്ധമായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, എത്ര വട്ടം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുന്നുണ്ടാവും? എന്റെ മനസ്സൊന്ന് പതറി എവിടെയെങ്കിലും ഒന്ന് ചിന്തിച്ചു പോയാൽ ഞാൻ അതിനു വേണ്ടി 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലും. ഓരോ പ്രവാചകന്മാരും അതല്ലേ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതാ കുഴപ്പമൊക്കെ ഉണ്ടായതിനു ശേഷം സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു തആല അൻഹയും നടത്തുന്ന പ്രത്യേക തൗബയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ, പടച്ചവനെ ഞങ്ങൾ ഞങ്ങളുടെ നഫ്സുകളോട് തെറ്റ് ചെയ്തു. റബ്ബി ഇന്നി ളലംതു നഫ്സി, ഞാൻ തെറ്റ് ചെയ്തു. വഇല്ലം തഗ്ഫിർ ലനാ, പടച്ചവനെ നീ എനിക്ക് മാപ്പ് തരുന്നില്ലെങ്കിൽ, ഞങ്ങൾക്ക് മാപ്പ് തരുന്നില്ലെങ്കിൽ, വതർഹംനാ, അതുപ്രകാരം നീ ഞങ്ങൾക്ക് കരുണ ചെയ്യുന്നില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ ഖാസിരീങ്ങളിൽ പെട്ടുപോകും. ഈ തൗബ എല്ലാ പ്രവാചകന്മാരും ഓരോ തരത്തിൽ, പരിശുദ്ധ ഖുർആൻ തന്നെ പലരെയും കുറിച്ച്, മൂസ നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആരാണ്? സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് ഇബ്നു മത്ത, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എല്ലാത്തരം കുഴപ്പങ്ങളിൽ രക്ഷപ്പെടാനുള്ള ഒരു പ്രത്യേക തൗബയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പൊ എല്ലാ പ്രവാചകന്മാരും അത് ചെയ്തു. ഞാൻ പറയാൻ കാരണം, ആ രീതിയിൽ മനസ്സു പാകപ്പെടുമ്പോ എന്തായിരുന്നു ഇബ്ലീസിന്റെ കുഴപ്പം? ഞാൻ അവനേക്കാൾ വലുതാകുന്നു എന്ന ചിന്ത, ആദം നബി അലൈഹി ഇസ്ലാമിനേക്കാൾ വലുതാകുന്നു എന്ന ചിന്ത അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ആരവതരിപ്പിച്ചു? ഇബ്ലീസ്. എന്ന് മാത്രല്ല, ഇബ്ലീസ് ഇങ്ങനെയും കൂടി പറഞ്ഞു, ഇനി രക്ഷയില്ലല്ലോ, ഇനി ഇവനെ ഇവിടുള്ള പകയുടെ ഒരു കാലം ഞാൻ തീർക്കും. അതുകൊണ്ട് ലഉഗ്വിയന്നഹും റബ്ബി ബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം എന്ന് ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇബ്ലീസിന്റെ പ്രത്യേകമായ അവന്റെ വാദാണ്. റബ്ബി ബിമാ അഗ്വൈതനി, നീ എന്നെ പഴപ്പിച്ചല്ലോ, എന്നെ പുറത്താക്കിയല്ലോ, ഈ മനുഷ്യന്റെ കാരണത്താൽ എന്നെ പുറത്താക്കിയല്ലോ, ഇനി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. എന്താണ്? ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, എല്ലാ കാലത്തും സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, പള്ളിയിൽ വരെ ഇബ്ലീസ് വരും എന്നർത്ഥം. ലആതിയന്നഹും ഫീ അയ്മാനിഹിം വഫീ ശമാഇലിഹിം, അങ്ങനെ തന്നെ പറയുന്നു. അവരുടെ മുന്നിലും പിന്നിലും എല്ലായിടത്തും ഞാൻ ഇങ്ങനെ ഓടി നടക്കും, എങ്ങനെങ്കിലും ഇവനൊന്ന് പഴപ്പിച്ചു കിട്ടാൻ. അവിടെ അവൻ ആദ്യം കൊടുക്കുന്ന മരുന്നിന്റെ പേരാണ് കിബ്ർ.
അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അങ്ങനെ കിബറുള്ള മനുഷ്യൻ, കിബറുള്ള ആളുകൾ അവര് സ്വർഗത്തിൽ കടക്കൂല. അങ്ങനെ കടക്കുകയാണെങ്കിൽ ഹത്താ എലിജൽ ജമലു, ഒട്ടകം പ്രവേശിക്കണം. ഫി സമ്മിൽ ഖിയാത്, എവിടെ കടക്കണം? സൂചിപ്പഴുതിലൂടെ ഒട്ടകം കടക്കണം. അങ്ങനെ കടന്നാലേ ആര് സ്വർഗത്തിൽ പ്രവേശിക്കൂ? കിബറുള്ളവൻ. ഒട്ടകം കടക്കോ? കടക്കോ? സൂചിയുടെ ഇതില്ലേ, നമ്മൾ നൂല് നോർക്കണേ, സൂചിയുടെ ആ ചെറിയ അതിൽ ഒട്ടകം കടക്കോ? അപ്പൊ ഒട്ടകം കടക്കുന്ന അത്രയും എന്ന് പറഞ്ഞാൽ ഒരിക്കലും കടക്കൂല. അതാണ് മുഷാഹിൻ. മുഅ്മിനീങ്ങളെ, അയാളാണ് മുഷാഹിൻ. അതായത് കിബർ, അസൂയ, അങ്ങനെയുള്ള സകല മാനസിക രോഗങ്ങളും കയ്യിൽ പിടിച്ച് നടക്കുന്ന ആ മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ കഴിയാത്ത വിധം അള്ളാഹു അയാൾക്ക് ലൈലത്തുൽ ഖദറിന്റെ പുണ്യവും കൊടുക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന് ഏറ്റവും നല്ല പണി എന്താ അറിയോ? നമ്മൾ കുറെ നിസ്കരിച്ചതല്ല, എന്താണ് അറിയോ? പടച്ചോൻ എന്റെ ഹൃദയം നന്നാക്കി തരണേ. ഹൃദയം നന്നാക്കി തരണേ. ഹൃദയം കിബറില്ലാതാക്ക, അസൂയല്ലാതാക്ക, മനുഷ്യരോടുള്ള ദേഷ്യം ഇല്ലാതാക്ക, അല്ലെ? ആരോടും ദേഷ്യവും പകയും വരുത്താതിരിക്കുക. ആരോടും ദേഷ്യവും പകയില്ലാതെ നിന്ന സ്വഹാബിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ്, ആരാണ് അയാൾ, ഇത്ര വലിയ ഇബാദത്ത് ചെയ്തിട്ടാണോ സ്വർഗത്തിൽ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അയാളെ പരീക്ഷിച്ച് ചെന്നിട്ട് 3 ദിവസം പുണ്യനബിയുടെ സ്വഹാബി സയ്യിദുന അബ്ദുല്ലാഹിബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു 3 ദിവസമാണ് ആ സ്വഹാബിയുടെ രാത്രി ഇങ്ങനെ നിരീക്ഷിച്ച് കിടന്നത്. പക്ഷെ ഒരു കാര്യവും കാര്യമായിട്ട് ചെയ്യണ കണ്ടില്ല. അപ്പൊ അവസാനം 3-ാമത്തെ ദിവസം പറഞ്ഞു, ഞാൻ ഈ പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഒന്നും പഠിച്ചില്ല, പക്ഷെ നിങ്ങളെ കുറിച്ച് വലിയൊരു സർട്ടിഫിക്കറ്റ് റസൂലുള്ളാഹി പറഞ്ഞു, അതിതാണ്, നിങ്ങൾ സ്വർഗാവകാശിയാണെന്നാണ്. അത് കേട്ടപ്പോ പറഞ്ഞു, അങ്ങനെ പറയാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ആ ഒറ്റ കാര്യത്തിലാണ്, എനിക്ക് ആരോടും പകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എനിക്ക് ആരോടും പകയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ ഒരു നല്ല മനസ്സാണ്. സലീം, അങ്ങനെ രക്ഷപ്പെട്ട ഹൃദയം കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ ഏറ്റവും വലിയ പുണ്യം ഞാൻ പറയുന്നു, നമ്മുടെ ഹൃദയത്തെ കൂടുതൽ നന്നാക്കുക. പകയില്ലാത്ത, അസൂയയില്ലാത്ത, കിബറില്ലാത്ത, മറ്റുള്ളവരോട് വിരോധമില്ലാത്ത, ആളുകളോട് മിണ്ടാതെ ദിവസങ്ങൾ പോകുന്ന തരത്തിലുള്ളതല്ലാത്ത അങ്ങനത്തെ ഒരു സ്വഭാവത്തെ പരമാവധി ആർജിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതൊരു നിർമ്മലമായ ഹൃദയം. നിങ്ങൾ ഒരുപാട് ഇബാദത്ത് എടുക്കണമെന്നൊന്നും, ഇബാദത്ത് നിർബന്ധമായി ചെയ്യേണ്ടത് ചെയ്യണം, സുന്നത്തുകൾ അധികരിപ്പിക്കണം. പക്ഷേ ഇതെല്ലാം അധികരിപ്പിക്കുമ്പോഴും ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഹൃദയത്തെ ഇങ്ങനെ വെള്ളമൊഴിച്ച് കഴുകിക്കൊണ്ടിരിക്കണം. നമുക്ക് പാപങ്ങൾ വ്യക്തിപരമായി സംഭവിച്ചേക്കാം, അതൊക്കെ പടച്ചോൻ പുറത്തു വരും. അള്ളാഹു വല്ലാത്ത ദയാലുവാണ്. പക്ഷെ മനുഷ്യന്മാരോട് കുഴപ്പമുണ്ടാക്കുന്ന, അവരെ വെറുക്കുന്ന, അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന, അവരെ ആട്ടിപ്പായിക്കുന്ന അങ്ങനെയുള്ള മനുഷ്യരെ അള്ളാഹു ഒരിക്കലും അവന്റെ റഹ്മത്തിന്റെ കണ്ണുകൊണ്ട് നോക്കൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഒരൊറ്റ ഹദീസിൽ നിങ്ങൾ ഈ ലൈലത്തുൽ ഖദറിനെ കാണണേ. ഏതാണ് ആ ഹദീസ്? ഇതൊന്ന് ആലോചിച്ച് നോക്കിയോ. ഒന്ന് ഇദ്മാൻ, അതായത് കള്ളുകുടി, പെരുങ്കുടിയൻ, അങ്ങനെ കുടിച്ചു മദ്യോന്മത്തനായി ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്നവർ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഇന്നിപ്പോ ഈ പറയുന്ന മദ്യം എന്നൊക്കെ പറയുന്നത് ചില്ലറ സംഭവമാണ്, അല്ലേ? ഇപ്പൊ എന്താണ് MBBS എന്തായാലും പറയാ, MDM അല്ലേ? അങ്ങനെയല്ലേ? MDMA ഡോക്ടർ അങ്ങനല്ലേ? ഡോക്ടർക്കൊന്നും അറിയില്ല, അത് പുതിയ പേരാ അല്ലേ? അമ്മാതിരി MBBS അല്ലാത്തതുകൊണ്ട് അറിയില്ല. അതായത് അമ്മാതിരി ഒരുപാട് പേരുകളാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. അത് പല തരത്തിലാണ് വരുന്നത്. ഈ ശൈത്താൻ വരുന്ന മാതിരിയാണ് ഇപ്പൊ ലഹരി വരുന്നത്. എവിടെയൊന്നും ഓടി വരാം. ദർസിൽ വരുന്നു, അറബി കോളേജിൽ വരുന്നു, ദീനി സ്ഥാപനങ്ങൾ വരുന്നു, മസ്ജിദിൽ വരുന്നു, എല്ലായിടത്തും വരാം. എന്താണ് ഹാൻസും പാൻപരാഗും എന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങനെ കയറി വന്ന് ജീവിതത്തെ, തലച്ചോറിനെ തകർത്തു തളയുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ഒരവസ്ഥയാണ് ലഹരി.
ആ ലഹരിക്ക് അടിമപ്പെട്ടവനെ അള്ളാഹു അവന്റെ മഗ്ഫിറത്തിന്റെ കണ്ണുകൊണ്ട് നോക്കൂല എന്ന് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ കുറിച്ച് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ പറഞ്ഞത് ഇതൊക്കെയാണല്ലോ, മാതാപിതാക്കളെ ഉപദ്രവിച്ചാൽ പൊക്കിൾ കൊടി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ഇതൊരു മുദ്ര പോലെ നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ അറിയോ, നിന്റെ ഉമ്മാടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്ത അതിന്റെ പോഷക സമൃദ്ധമായിരുന്ന ആഹാരങ്ങളെ ആ ശരീരം അതിനുവേണ്ടി ആഹരിച്ചു തീർത്തിരുന്നത് മുഴുവനും നീ വലിച്ചു വലിച്ചു കുടിച്ചിരുന്നു. അതിനായി നിനക്ക് വേണ്ടി ഒരു അടയാളം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അടയാളത്തിലെ കുറിച്ച് ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നീ ഉമ്മാനെ നോക്കണം എന്നാണ് ഈ മുദ്ര പഠിപ്പിച്ചു തരുന്നത്. ഈ നാഭി നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അതാണ്. അഖുൽ വാലിദൈൻ. അതുപോലെയാണ് ഖാത്തിഉർ റഹ്ം, കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നവർ. ഈ പരിശുദ്ധ രാത്രി അള്ളാഹു നമുക്ക് ഇതെല്ലാം മാറ്റിക്കളയുന്ന വിധം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതാണ് എനിക്ക് ഈ രാത്രിയുടെ സന്ദേശമായി പറയാനുള്ളത്. നമുക്ക് ഇബാദത്തൊക്കെ ചെയ്യാം, ഒറ്റക്കിരിക്കാം. റസൂലുള്ളാഹി ഒറ്റക്കിരിക്കുമായിരുന്നു. ഈ രാത്രി പോലെ മറ്റൊരു രാത്രി ഉണ്ടായിരുന്നല്ലോ, ശഅബാന്റെ പകുതിയുടെ രാത്രി. അന്ന് സുജൂദിലും നമസ്കാരത്തിലുമൊക്കെയായി കിടന്നിട്ട് പിന്നെ ഏതോ ഒരു സമയത്ത് കാണാതെ പോകുന്നു. സുജൂദിൽ ഇങ്ങനെ നീണ്ട സുജൂദിലായപ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുപോയി, നബിയെ, ആ സുജൂദ് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു പോയി, ആ സുജൂദിൽ നബി അങ്ങ് അവസാനിച്ചു പോയോ? ലനൻതു അന്നക ഖുബിൽത, പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നിശ്ചലമായ സുജൂദ്, നീണ്ട രാത്രികളുടെ സുജൂദ്, അനങ്ങണില്ല, അങ്ങനത്തെ സുജൂദ്. ആരാണ് ഈ മനുഷ്യൻ? എല്ലാം കൊടുക്കപ്പെട്ടയാൾ. എല്ലാ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടതിനേക്കാൾ ഏറെ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടയാൾ. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഗോളപ്രപഞ്ചങ്ങളുടെയും രഹസ്യങ്ങളുടെ ചെപ്പ് തുറക്കപ്പെട്ട അതിന്റെ താക്കോൽ കയ്യിലേന്തിയ നായകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ റസൂൽ നിരന്തരം സുജൂദിൽ. പിന്നെ തന്റെ പ്രിയപ്പെട്ടവർ അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ ജന്നത്തുൽ ബഖീയിൽ ആരും കാണാത്ത രാത്രിയുടെ നേരങ്ങളിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് അവരെ ഓർത്തുകൊണ്ട് ദ്വാർക്കുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രാത്രി അങ്ങനെയൊക്കെ ഓർക്കണം. വിട പറഞ്ഞു പോയവർ, പ്രിയപ്പെട്ടവർ, അള്ളാഹു അവരുടെ ഖബറുകൾ സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരും നമ്മളെ തേടുന്നുണ്ടാവും, അവരും നമ്മളെ ഓർക്കുന്നുണ്ടാവും. എന്നെ ഓർത്തോന്ന് അവരുടെ ഖബറുകൾ ചോദിക്കുന്നുണ്ടാവും. ഖാത്തിഉർ റഹ്മൂനുക്കും അഖുൽ വാലിദൈനി എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ ചിന്തിക്കണം, ബാപ്പ കിടക്കുന്ന മണ്ണിൽ നിന്ന് ആ പച്ച മണ്ണ് ഇറക്കിടക്ക് വിതുമ്പി ചോദിക്കുന്നുണ്ടാവും, നീ എന്നെ ഓർക്കാറുണ്ടോ? എനിക്കറിയില്ല, അപ്പോ ഈ ഓൺലൈനിലാണ്, പക്ഷെ എന്നാലും ഞാനൊരു സംഭവം പറയാം, വളരെ വ്യക്തിപരമായിട്ട്. പക്ഷെ ഇതൊരു അത്ഭുതം പോലെ എനിക്ക് എപ്പോഴും തോന്നാറില്ല സംഭവം. ഈ റമദാനില് ആദ്യത്തെ 2-ാമത്തെ 3-ാമത്തെ ദിവസം എൻ്റെ അടുക്കൽ ഒരു സാധു സഹോദരൻ, ഒരു അയൽക്കാരൻ വന്നപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഈത്തപ്പഴമൊക്കെ കൊടുത്ത്, അങ്ങനെ സാധാരണ കൊടുക്കാറുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ഇന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കണം വിചാരിച്ച് കുറച്ച് ഈത്തപ്പഴം അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. കൊടുക്കുമ്പോൾ ഉമ്മ വളരെ ആവേശത്തോടെ അതൊക്കെ പൊതിഞ്ഞ് കെട്ടി എല്ലാവർക്കും കൊണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇതൊക്കെ കൂടി എൻ്റെ വാപ്പാടെ ഖബറിലേക്ക് പോട്ടെ. ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു. പിറ്റേന്ന് എൻ്റെ 2 പെങ്ങന്മാരുമില്ല ഫോണിങ് ആണ്. ഒരാള് മറ്റാളോട് പറയാണ്, വാപ്പിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നു, എന്നിട്ട് പറഞ്ഞു അവനൊരു വലിയ കാര്യം ചെയ്തു, എനിക്ക് വലിയ ആശ്വാസം കിട്ടി എന്നിങ്ങനെ പറഞ്ഞു. 2 ആളും പരസ്പരം അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു പെങ്ങൾ വീണ്ടും ഉമ്മാനെ വിളിച്ചു ചോദിച്ചു, ഇക്ക എന്തെങ്കിലും ചെയ്തു? അപ്പൊ ഉമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഞാനും അത്ഭുതപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ആ ഖബർ അള്ളാഹു സ്വർഗീയമായ വെളിച്ചത്തിന്റെ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ സംഭവം അത് വളരെ ഒരു കോയിൻസിഡൻസ് എന്ന് പറയില്ല, നമ്മള് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ പോലും അതെന്തൊരു അത്ഭുതമാണ്. ഇവർ 2 പേരും അറിഞ്ഞിട്ടില്ല സത്യം. അവർ പിന്നെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് അറിയണത്. ഞാനൊരു ചെറിയൊരു കാര്യം ചെയ്തത് പറയല്ല, പക്ഷെ ഇതൊരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇരുന്ന് ദ്വാരുന്നു, പടച്ചോനെ ഇതിന്റെ ആ സ്വതക്കയുടെ പ്രതിഫലം അങ്ങനെ ആ ഖബറിലേക്ക് കൊടുക്കണേ ദ്വാരുന്നു, അത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് ഹക്കാണ്.
ഞാൻ അത്ഭുതപ്പെട്ടു. ഉണ്ടാവും, സംശയം വേണ്ട, ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ വാപ്പമാർക്കും ഉമ്മമാർക്കും വേണ്ടി സദഖ ചെയ്തോളൂ. ആ ഖബറുകൾ ആനന്ദതുലിതമാകും, സംശയിക്കണ്ട. അവരുടെ ഖബറുകൾ ആനന്ദതുലിതമാകും. നിങ്ങളുടെ ചെരുപ്പുകൾ തട്ടുന്ന നേരത്തും അവരുടെ ഹൃദയങ്ങൾ സ്പന്ദിച്ച് പറയും, എന്റെ മോൻ വരുന്നുണ്ട്, എന്റെ മോൻ വരുന്നുണ്ട്, എന്റെ മോൻ എന്റെ ഖബറിന്റെ ചാരത്ത് വരും, അവൻ എനിക്ക് വേണ്ടി ദ്വാരക്കും. അല്ലാഹുമ്മ ഗ്ഫിർലി അബി എന്ന് ദ്വാരക്കുമ്പോ അത് മതിയാകും എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതെല്ലാം പഠിപ്പിച്ചയാളും അഷ്റഫുൽ ഖൽഖാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രാത്രികൾ നബിയുടെ ചര്യയായിരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇതെല്ലാം ചെയ്യാൻ ഒറ്റക്കിരുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ അവിടുത്തെ ഒരു പ്രത്യേക ഒരു സ്വലാത്ത്, ഒരു നിസ്കാരമായിരുന്നു സ്വലാത്തു തസ്ബീഹ്. തസ്ബീഹ് നിസ്കാരം 300 തസ്ബീഹുകൾ അല്ലെ, 300 തസ്ബീഹുകൾ. ഓരോ റക്അത്തിലും 75 തസ്ബീഹുകൾ. അത് ജമാഅത്തായി നമസ്കരിക്കാറില്ല. പിന്നെ ആരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യാം. പക്ഷെ അല്ലാതെ ജമാഅത്ത് അതിന് സുന്നത്തില്ല. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് തസ്ബീഹ് നമസ്കാരവും. ആരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതിന് കുറ്റം പറയാനില്ല. പഠിപ്പിക്കാൻ വേണ്ടി അല്ലാതെയാണെങ്കിൽ ആ നമസ്കാരത്തിലെ അങ്ങനെ സുന്നത്തില്ല. അത് പഠിപ്പിക്കാൻ. അപ്പൊ അതാണ് ഞാൻ പറയാൻ കാരണം, അല്ലെങ്കിൽ സുന്നത്തില്ല. അപ്പൊ അതിങ്ങനെ 75 അല്ലേ, 300. അതിപ്പോ നമുക്ക് ചെയ്യാവുന്നത് ഇതാണ്. സാധാരണ നിസ്കാരത്തിലൊക്കെ ഉള്ളത് പോലെ. ഇനിയിപ്പോ ആ തസ്ബീഹ് ചെല്ലിയില്ല, ഒരു മറന്നുപോയി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ തസ്ബീഹ് നിസ്കാരത്തിന് വേണ്ടി നിയ്യത്ത് വെച്ചിട്ട് ഫാത്തിഹ ഓതി, വജ്ഹത്ത് കഴിഞ്ഞു ഫാത്തിഹ ഓതി, സൂറത്തൊക്കെ ചൊല്ലി. ഇപ്പോ സാധാരണ പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന, സൂറത്തുൽ കാഫിറൂൻ, അതുപോലെ ഇഖ്ലാസ്, ഈ സൂറത്തുകളൊക്കെ ഓതി അതിനുശേഷം എന്ത് ചെയ്യാ, 15 തസ്ബീഹുകൾ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല എന്ന് ചേർക്കണം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന് ചേർക്കാം. അങ്ങനെ 15 തസ്ബീഹുകൾ ചൊല്ലിയതിനു ശേഷം നമ്മൾ റുക്കൂയിൽ ചെന്ന് റുക്കൂഇന്റെ തസ്ബീഹ് ഉണ്ട് അല്ലേ, സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്നുള്ള തസ്ബീഹ് ശേഷം എന്ത് ചെയ്യാ, ഇതേ തസ്ബീഹ് 10 വട്ടം ചൊല്ലുക. അപ്പൊ നടുവിനൊക്കെ വലിയ വേദനയൊക്കെ ഉണ്ടെങ്കിലോ, അങ്ങനെ കുനിയാനൊക്കെ പറ്റാത്ത, എന്നാ വലിയ കുഴപ്പമില്ല, അന്നൊക്കെ വല്ലാണ്ട് കുനിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ഉളുക്കും. അങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്ത് ചെയ്യുക, ഈ 15 + 10 ആക്കി 25 ആക്കിക്കോ. നൃത്തത്തിൽ കുഴപ്പമില്ല, നൃത്തത്തിലാക്കി. റുക്കൂയിൽ കുറച്ചിട്ട് പിന്നെ എത്തിദാൽ കൂട്ടരുത്. അങ്ങനെ കൂട്ടിയാൽ ഈ നീണ്ട ഫർളുകൾ എന്ന് പറയുന്നത് റുക്കൂവും സുജൂദൊക്കെയാണ്. ഈ കുറഞ്ഞ ഫർളിൽപ്പെട്ടതാണ് എത്തിദാൽ. അപ്പോൾ അത് തമ്മിൽ ബാലൻസ് തെറ്റിപ്പോവും. അപ്പൊ നിസ്കാരം ബാത്തിലാവും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തോ, ഇങ്ങനെ 25 ആക്കിയിട്ട് റുക്കൂയില് അത്ര വേണ്ടാന്ന് നോക്ക, എന്നിട്ട് ചെയ്യാം. ഇല്ല എങ്കിൽ സാധാരണ പോലെയാണെങ്കിൽ എന്ത് ചെയ്യാ, 15 + 10 എഴുത്തിദാലിൽ 10 സുജൂദിൽ 10 ഇരുത്തത്തിൽ 10 പിന്നെയുള്ള സുജൂദിൽ 10 പിന്നെ എണീക്കേണ്ട സമയമുള്ള ഇസ്തിറാഹത്തിന്റെ ഇരുത്തുണ്ട് അല്ലേ. അങ്ങനെ ഇരുന്നിട്ടല്ലേ എണീക്കേണ്ടത്, ഒറ്റടിക്ക് എണീക്കല്ല. അത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ഒന്ന് ഇരുന്ന് പിന്നെ കൈ ഇങ്ങനെ കുത്തിയിട്ടാണ് എണീക്കേണ്ടത്. നമ്മളൊക്കെ സാധാരണ എങ്ങനെയെങ്കിലൊക്കെ എണീക്കല്ല, ഇങ്ങനെ കുത്തി അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ എണീക്കേണ്ട രീതി ഏതാണ്, ഇങ്ങനെ 2 കൈയും ഇങ്ങനെ കുത്തിയിട്ട് എണീക്കലാണ് സുന്നത്തായ എണീക്കൽ. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഇസ്തിറാഹത്തിന്റെ ഇരുത്തം അതിലും 10. അപ്പൊ 75 ആയോ അയില്ലേ. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം പിന്നെ അത്തഹിയ്യാത്ത് ഉണ്ടാവില്ല. 2 റക്അത്ത് വെച്ചാൽ രാത്രിയിലെ നിസ്കാരമൊക്കെ 2 റക്അത്താകണം. ഇപ്പൊ 2 റക്അത്ത് നമസ്കാരത്തിന്റെ ശേഷം എന്ത് ചെയ്യാ, സലാം വീട്ടിയിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോ നമുക്കിപ്പോ അത്തഹിയ്യാത്തിന്റെ മുമ്പ് വേണമെങ്കിൽ 10 ആക്കാം, അല്ലെങ്കിൽ ശേഷം 10 ആക്കാം. എന്റെ സൗകര്യം പോലെ ചെയ്യാം. എന്നിട്ട് സലാം വീട്ടാം, അങ്ങനെ ചെയ്യാം. അതൊക്കെ ഇപ്പോ കൂട്ടമായി ചെയ്യാതെ വേണമെങ്കിൽ ഒറ്റക്കൊറ്റക്കൊക്കെ നിന്ന്
അങ്ങനെ ചെയ്യാം. ഈ നമസ്കാരം ഈ ലൈലത്തുൽ ഖദറിൽ മാത്രമുള്ളതല്ല കേട്ടോ, ലൈലത്തുൽ ഖദറിലാവാം, നല്ലതാണ്. ഒരാഴ്ചയിൽ, അതായത് ജുമുഅ നമസ്കാരത്തിന്റെ മുമ്പുള്ള ആ സമയത്താവാം, ജുമുഅക്ക് യൗമുൽ ജുമുഅയിലാവാം. അതുപോലെ മറ്റ്, അതായത് ഒരു വർഷത്തിലോ മാസത്തിലോ ഈവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തസ്ബീഹ് നമസ്കാരം നിർവഹിക്കണം എന്ന് പുണ്യനബി ഉപദേശിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ഒരു വലിയ നമസ്കാരമുണ്ട്. കുറച്ച് ഓതിയും ഇരുന്നും ഒറ്റക്കിരുന്നും ദ്വാരുന്നും ഒക്കെ കൂടാം. നമ്മൾ ഈ ഇരുന്ന ഇരിപ്പിലൊന്ന് ദ്വാരക്കുകയും ചെയ്യാം. കാരണം ഇതൊക്കെ മോമിനിങ്ങൾ, അടുപ്പം, സ്നേഹം, എല്ലാത്തിനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഖത്മ് ഓതിയതിന്റെ ദുആ നമുക്ക് ചെയ്യാം. അവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉറക്കം വന്നോ പണ്ടൊരു ഫാത്തിഹ ഓതി യാസീൻ ഓതിയിട്ട് നമുക്ക് ദ്വാരക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്നും കൂടി ഇങ്ങോട്ട് ചേർന്നിരുന്ന് നോക്കി. വല്ലാതെ മുതുക് വേദന എടുക്കാത്തവര്, മുതുക് വേദന എടുക്കണവരെ അടങ്ങറാക്കൂല. പക്ഷെ അല്ലാത്തവര് ഒന്നും കൂടി ഇങ്ങനെ ചേർന്നിരിക്കുക. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ ഇരുത്തവും ഇതൊക്കെ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചിട്ടില്ലേ? നവൈതുൽ ഇഅ്തികാഫ ലില്ലാഹ് ഫി ഹാദൽ മസ്ജിദ്. അവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല, അവിടെ ഇരുന്നോ. അങ്ങനെ നിർബന്ധിക്കല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ ഇരിപ്പ് നാളെ സ്വർഗത്തിൽ പുണ്യനബിയുടെ പരിശുദ്ധമായ ചാരത്ത് ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا أسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها
فأحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى الوقت القديم القمر والليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميعا لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون وما نعمله ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا وحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون هم فيها منافع ومشارب وأفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعلكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس أستغفر ലൈവില് കുറെ ആൾക്കാരുണ്ട്. അല്ലാഹു വെള്ളം തരട്ടെ. ഷിഫ കൊടുക്കട്ടെ. എന്താ ഓൺലൈനിൽ കുറച്ച് ശരിക്കും ഈ ദിവസവും രാത്രിയും അല്ലാഹു നമുക്ക് അനുഗ്രഹാക്കി തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ യാ റബ്ബനാ
لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على رسولك سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. اللهم أوصل مثل ثواب ما قرأناه من ختم القرآن وما صليناه وما هللناه من الأذكار يا رب العالمين إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح جميع الأنبياء والمرسلين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين ومشائخنا وساداتنا وأساتذتنا وأزواجنا وذرياتنا وجميع من تعلقوا بنا. اللهم وإلى حضرات أرواح جميع أهل الخير كلهم أجمعين. اللهم زدهم فضلا على فضلهم وعزا على عزهم وكرامات تليق بدرجاتهم. اللهم ربنا إلى حضرات أرواح جميع من ماتوا منا من آبائنا وأمهاتنا وأقاربنا. اللهم اغفر لهم وارحمهم يا رب العالمين. അർഹമുറാഹിമീനായ തമ്പുരാനെ, ഈ പരിശുദ്ധ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ചൊല്ലിയതെല്ലാം, ഇവിടെ പറഞ്ഞതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ കൂടിയിട്ടുള്ളവരിൽ ചെറുപ്പക്കാർ, അതുപോലെ തന്നെ പ്രായമെത്തിയവർ, റഹ്മാനായ റബ്ബേ, കൊച്ചുമക്കളെല്ലാം കൂടിയിരുന്ന് ഈ പരിശുദ്ധമായ സദസ്സിൽ ഹാഫിലീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, റഹ്മാനായ റബ്ബേ, ഈ സദസ്സിനെ നീ സ്വീകരിക്ക തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാറിനെ സ്വീകരിക്കല്ലാ. ചെയ്തുപോയ സകല പാപങ്ങളിൽ നിന്നും നിന്റെ ഔദാര്യം കൊണ്ട് മാപ്പ് തരണേ അല്ലാ. ഈ രാത്രിയിൽ നീ മഗ്ഫിറത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്ത രാത്രിയാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരാളും ഒരു വ്യക്തിയും ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ല റഹ്മാനെ. അല്ലാഹുവേ, ഒരു ശക്തിയും ഞങ്ങൾക്ക് പൊരുത്തപ്പെടുന്നില്ല തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ അടുക്കലല്ലാത്ത മറ്റൊരാളുടെ മുമ്പിലും ഈ മഗ്ഫിറത്തിന്റെ വാതിൽ തുറക്കാൻ ചോദിക്കാൻ കഴിയില്ല തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. സകല പാപങ്ങളും പൊറുക്കണേ റഹ്മാനെ. ഹൃദയം ശുദ്ധമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഓർമ്മകളിൽ സദാ മുഖരിതമാകുന്ന, പ്രഭാപൂരിതമാകുന്ന ഒരു ഹൃദയം തന്നനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളെ നഷ്ടപ്പെട്ടവരിൽ പെടുത്തല്ലേ റഹ്മാനെ. ഈ പരിശുദ്ധ രാത്രിയുടെ, ഇതുപോലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുടെ എല്ലാ സൗഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹ്മാനെ, പതാകയേന്തി വരുന്ന ഞങ്ങളുടെ നായകൻ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൈപിടിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ആ പരിശുദ്ധമായ, ആ മഹാനായ മലക്കിന്റെ, ആ നായകന്റെ സലാമിന് സൗഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനെ, കാരുണ്യത്തിന്റെ മലക്കുകളാൽ ചുറ്റപ്പെട്ട രാത്രിയാക്കി ഞങ്ങളുടെ ഈ രാത്രിയെ നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെമ്പാടും മഹാന്മാരായ മലക്കുകളാൽ ചുറ്റപ്പെടുന്ന ഈ പരിശുദ്ധമായ രാത്രികളുടെ സൗഭാഗ്യങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. റഹ്മുറാഹിമീനായ റബ്ബേ, ഞങ്ങളോടൊപ്പം ഈ പരിശുദ്ധമായ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന ഓൺലൈനിലെ സഹോദരീ സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇന്റെ പങ്കാളിത്തം നീ അവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ പലരും പലതരത്തിൽ പല ബുദ്ധിമുട്ടുകളും അറിയിച്ചവരുണ്ട് തമ്പുരാനെ. എല്ലാം അറിയുകയും പരിഹരിക്കുകയും ചെയ്യാൻ നിന്റെ പരിശുദ്ധമായ റഹ്മത്തല്ലാത്ത മറ്റൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല റബ്ബേ. നിന്റെ കാരുണ്യത്താൽ, നിന്റെ ഔദാര്യത്താൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്ക് മഴയില്ലാത്ത വിധം വരണ്ടു പോവുകയാണ്.
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കുളിർമഴ തരണേ അല്ലാ. അനുഗ്രഹീതമായ മഴ നൽകണേ തമ്പുരാനെ. ഭൂമിയെയും ഞങ്ങളെയും നനയിപ്പിക്കുന്ന മഴ നൽകണേ അല്ലാ. റഹ്മാനെ, കിണറ് കുഴിച്ചിട്ട് വെള്ളമില്ലെങ്കിൽ പിന്നെ ആരോട് ചോദിക്കാനാണ്? ഈ ഭൂമിയുടെ ഉടമസ്ഥനായ റബ്ബേ, നീ മഴയിൽ നിന്ന് നീ ഭൂമിയിലേക്ക് ഉറവ നൽകണേ റബ്ബേ. റഹ്മാനെ, ആ കിണറിൽ വെള്ളം കൊടുക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് വുളൂ ചെയ്യാൻ, അവർക്ക് നമസ്കരിക്കാൻ, കുടിക്കാൻ മസ്ജിദിന്റെ ചാരത്തെ ഒരു കിണറെന്ന നിലക്ക് നീ വെള്ളം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ അവിടേക്ക് ഉറവെ എത്തിക്കണേ അല്ലാ. സംസം പൊട്ടിപ്പിച്ച റബ്ബേ, മരുഭൂമിയിലെ സംസം പോലെ ഭൂമിയിലെ ഉറവകൾ നീ അങ്ങോട്ട് എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മാനെ, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, രോഗങ്ങൾ കൊണ്ട് പീഡിതരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ബന്ധുജനങ്ങളുണ്ട്. പെട്ടെന്ന് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ അറിയുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുജനങ്ങൾ, ഏറ്റവും അടുത്തവർ അല്ലാഹുവേ, അതുവരെ രോഗങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തിൽ കഴിഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ടെല്ലാം അട്ടിമറിഞ്ഞു പോകുന്ന മാരക രോഗങ്ങളൊന്നും നീ വരുത്തല്ല റഹ്മാനേ. വന്നവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ശിഫാ കൊടുക്കണേ റഹ്മാനേ. ശിഫാ നൽകണേ അല്ലാ. മാരക രോഗങ്ങളെക്കാളും അതിൻ്റെ ചികിത്സയുടെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഭീകരമായ നാളുകൾ അനുഭവിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഭവിക്കുന്ന കാഴ്ചകൾ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് റബ്ബേ. വേദനകളുടെ ദിവസങ്ങളും രാത്രികളും ആക്കുന്നൊരവസ്ഥ വരുത്തല്ല റഹ്മാനേ. ഞങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് അത്തരം മാരകമായ രോഗങ്ങളെ നീ മാറ്റിക്കളയണേ അല്ലാ. നിന്റെ ഖുലാവ് ഞങ്ങൾക്കെതിരാക്കല്ല റബ്ബേ. നിന്റെ അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളോട് നീ കരുണ കാട്ടണേ അല്ലാ. നിന്റെ ദയയും കാരുണ്യവും നൽകണേ അല്ലാ. ഞങ്ങളുടെ അത്തരം രോഗികൾക്ക് നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ ദിവസങ്ങളിൽ, ഈ രാത്രിയിൽ തറാവീഹ് നമസ്കരിച്ചത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അങ്ങനെ നമസ്കരിച്ചാൽ മുൻഖാമ, പരിശുദ്ധമായ റമദാനിൽ അങ്ങനെ നമസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, പരിശുദ്ധമായ വിശ്വാസത്തിന്റെയും കൂലിയെ പ്രതീക്ഷിച്ചും ചെയ്താൽ അവന് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ സകല പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് നിന്റെ ഹബീബ് പറഞ്ഞതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ തറാവീഹോ, ഞങ്ങളുടെ നമസ്കാരമോ നിന്റെ മഹാന്മാരുടെ നമസ്കാരങ്ങളോടൊപ്പം ചേർക്കാനാവില്ലെങ്കിലും അല്ലാ, നീ പറഞ്ഞത് കേട്ടു എന്നതെങ്കിലും നീ ഞങ്ങളെ കൊണ്ട് സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ഹബീബ് പറഞ്ഞത് പ്രകാരം ചെയ്തു തീർക്കാനായില്ലെങ്കിലും അവിടുത്തെ വചനങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, തറാവീഹ് നമസ്കരിച്ചവരിൽ, നോമ്പ് നോറ്റവരിൽ, ഇബാദത്തുകൾ ചെയ്തവരിൽ, ഖുർആൻ പാരായണം ചെയ്തവരിൽ ഒരളവിലും ഞങ്ങളെ ചേർക്കാനാവില്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തെ ഒരു ഓത്തിന്റെ, ഒരു പാരായണത്തിന്റെ, നമസ്കാരത്തിന്റെ വില കൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ തമ്പുരാനെ, അതൊന്നുമില്ലാത്ത പരാജയപ്പെട്ടവനായി നിന്റെ മുമ്പിലേക്ക് വരുന്നൊരവസ്ഥ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കി തരണേ തമ്പുരാനെ. റഹ്മാനെ, ഇവിടെ ഓതിയ ഖത്തുമ സ്വീകരിക്കണേ അല്ലാ. കേട്ടത് സ്വീകരിക്കണേ അല്ലാ. ഓതിയത് സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലുമൊക്കെ പിഴവ് വന്നാൽ റഹ്മാനെ, നിന്റെ അടിമകളാണ്, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. നീ പുറത്തു തരണേ റഹ്മാനെ. റഹ്മാനായ അല്ലാ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ രാത്രികളും ഞങ്ങളുടെ പകലുകളും നീ സ്വീകരിക്കണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ഈ പരിശുദ്ധ ഗ്രന്ഥം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പാരായണം ചെയ്ത് അവസാനത്തെ ആയത്തിലെത്തുമ്പോ അതിന്റെ പടിയിലേക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറയാൻ വിധിക്കപ്പെട്ടവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനേ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ട് ജയിക്കുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, പഠിക്കാനുള്ള വിദ്യാർത്ഥികൾ, പഠിച്ചവർ, ജയിക്കാൻ പരീക്ഷ എഴുതിയവർ, റഹ്മാനായ റബ്ബേ, എല്ലാ പരീക്ഷകളും നീ വിജയിപ്പിക്കണേ അല്ലാ.
ജീവിതമാകുന്ന പരീക്ഷകളെല്ലാം നീ വിജയിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. നീ ഇസ്സത്തിലാക്കണേ റബ്ബേ. നീ തളർത്തരുതേ അല്ലാ, ദില്ലത്തിലാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ മുതഅല്ലിമീങ്ങൾ, ഞങ്ങളുടെ മക്കൾ അവരെല്ലാവരും നീ വിജയത്തിലെത്തിക്കണേ തമ്പുരാനെ. ഈ രാത്രിയുടെ ഈ സമയത്തും അവർ ഉറക്കൊഴിഞ്ഞിട്ട് പഠിച്ചിട്ടും പക്ഷേ പിന്നെയും ഇങ്ങനെയുള്ള ഇരിപ്പിനും അവരിങ്ങനെ ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ റബ്ബേ, ആ ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളെ നീ നിന്റെ ഈമാന് കൊണ്ട് കുളിരാക്കണേ അല്ലാ. അവരുടെ ഹൃദയങ്ങൾ നീ ഈമാന് കൊണ്ട് നീ നനപ്പിക്കണേ അല്ലാ. അവരുടെ ഹൃദയങ്ങളിൽ നിന്റെ പരിശുദ്ധമായ ഓർമ്മകൾ കൊണ്ട് നനപ്പിക്കണേ അല്ലാ. റഹ്മാനെ, വഴിതെറ്റിക്കാത്ത വിധം നീ സംരക്ഷിക്കണേ അല്ലാ. ലോകം മുഴുക്കെ അവരെ മാടി വിളിക്കുന്ന തെറ്റുകളും അത്തരം വലിയ അബദ്ധങ്ങളുമെല്ലാം അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇത് കേൾക്കുന്ന ഓൺലൈനിലെ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് ഈ ദുആയിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മസ്ജിദിൽ ഓരോ ദിവസവും നോമ്പ് നോക്കിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ വേണ്ടി പണിയെടുത്തവരുണ്ട്, അതിനുവേണ്ടി സംഭാവന ചെയ്തവരുണ്ട്. തമ്പുരാനെ, എത്ര മനുഷ്യർ എത്ര കഷ്ടപ്പെട്ടിട്ട് ഓടി വന്ന് ഇവിടെ വരുമ്പോൾ ദാഹജലം കൊടുക്കാൻ വേണ്ടി സ്വീകരിക്കാനുള്ള വല്ലാത്ത മനസ്സുമായി മറ്റെല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്നിരുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട സഹോദരന്മാർ, അല്ലാഹുവേ, അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അതിൻ്റെയൊക്കെ മിസ്ല തവാബ് നീ ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ബർക്കത്താക്കി കൊടുക്കണേ റഹ്മാനെ. ഐശ്വര്യമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്ഥാപനത്തെ ഓരോ സമയത്തും സഹായിക്കുന്നവർ, ഈ കാർപ്പറ്റിന് വേണ്ടി സംഭാവന ചെയ്തവർ, സദഖ ചെയ്തവർ, ഈ മസ്ജിദിന് വേണ്ടി പലപ്പോഴും സദഖ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഈ മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണാവശ്യങ്ങൾക്ക് അവരുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവർ, വിദേശത്തും സ്വദേശത്തുമുള്ള സഹോദരന്മാരെല്ലാവരെയും നീ പ്രത്യേകം അറിയണേ അല്ലാ. അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ അല്ലാ. കാരുണ്യം കൊടുക്കണേ റബ്ബേ. റഹ്മാനെ, കൂടുതൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പരാജയപ്പെടുത്തല്ല തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ അല്ലാഹുവേ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ സമയം അവരുടെ ഖബറുകളിലേക്ക് ആനന്ദം നൽകണേ റഹ്മാനെ. ഖുർആനിന്റെ നനവ് നൽകണേ അല്ലാ. ഒരു സെക്കൻഡ് പോലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ ശിക്ഷ നൽകല്ല റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ടല്ലാതെ ഒന്നും ചോദിക്കാനില്ല തമ്പുരാനെ. അവരുടെ ഖബറുകളെ നീ സ്വർഗീയമാക്കണേ തമ്പുരാനെ. റഹ്മാനെ, എല്ലാ പാപങ്ങളും പൊറുക്കണേ റബ്ബേ. എല്ലാ നിലക്കുമുള്ള വീഴ്ചകളും പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗമാനന്ദമാക്കണേ അല്ലാ. അവർ ചെയ്തു വച്ച നന്മകൾ നീ ആനന്ദമാക്കണേ റഹ്മാനെ. അവരോധിയ ഖുർആനിനെ നീ ആനന്ദപൂർവ്വം അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. റഹ്മാനെ, അവരൊക്കെയും പലരും നിന്റെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ ഇശാ മഗ്രിബിനിടയിലൊക്കെ ഔറാദൊക്കെ ചൊല്ലി പലപ്പോഴും നിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിന്റെയും അതുപോലെയുള്ള പരിശുദ്ധമായ സൂറത്തുകളുടെയും ഒക്കെ ഉടമസ്ഥരായിരുന്നു. അല്ലാഹുവേ, ഖബറിലെ ശിക്ഷ അതുകൊണ്ട് കുറക്കപ്പെടുമെന്നും മാറ്റപ്പെടുമെന്നും നിന്റെ ഹബീബ് പറഞ്ഞതാണല്ലോ. നീ അതുപോലെ അവരുടെ ഖബറുകളിൽ നിന്ന് അവരുടേതായി എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷകളുണ്ടെങ്കിൽ അല്ലാഹ്, ഈ രാത്രി, ഈ പരിശുദ്ധമായ മാസം, ഇതെല്ലാം മുന്നിൽ വച്ചെല്ലാം അവർക്ക് നീ വിട്ടുകൊടുക്കണേ റഹ്മാനെ. റഹ്മാനെ, നരകമോചിതരായിട്ടല്ലാതെ നീ ഞങ്ങളെയോ അവരെയോ നീ കാണിക്കല്ല റബ്ബേ. നരകത്തിന്റെ ഒരംശ സമയം പോലും നീ ഞങ്ങൾക്കോ അവർക്കോ നീ അനുവദിക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. സ്വർഗം കൊണ്ടല്ല, ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ കൊണ്ട് തൃപ്തിപ്പെടാൻ, നിന്റെ പരിശുദ്ധമായ ലിഖാ കൊണ്ട് അനുഗ്രഹീതരാകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗീയമായ ആനന്ദം അത് നിന്റെ ഹബീബിന്റെ ചാരത്തു ചേരുമ്പോഴാണ്, ആ മുഖമൊന്ന് കാണുമ്പോഴാണല്ലോ. അത് ഭൂമിയിലും അതുപോലെ സ്വർഗത്തിലും നീ ഞങ്ങൾക്ക് അനുവദിക്കണേ അല്ലാ. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തരണേ റഹ്മാനെ. അതിനു മാത്രമൊന്നും ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അതിനുള്ള ശുദ്ധിയില്ലെങ്കിലും അവിടുത്തെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ മുഖം തെളിയണേ അല്ലാ.
അല്ലാഹുവേ അവിടുത്തെ ജിവാറ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, അവിടുത്തെ ജിവാറ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവസാനത്തെ ഏറ്റവും വലിയ വിജയമായി എല്ലാ അനുഗ്രഹങ്ങളുടെയും മീതെ നിന്റെ വെളിച്ചം, നിന്റെ പൂനിലാവ് പോലത്തെ ലിഖായി നീ തൗഫീഖ് തരണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാൻ റഹീമിനായ റബ്ബേ, ഈ രാത്രിയിലും പേടിച്ചരണ്ട് വീടുകളിൽ പോലും ജീവിക്കാനാവാത്ത വിധം ഓരോ നേരവും ബോംബേറിന്റെ മുമ്പിൽ പേടിച്ചു നിൽക്കുന്ന കുഞ്ഞുമക്കൾ, റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ ഗസയിലെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സഹോദരിമാരും ഞങ്ങളുടെ മക്കളും റഹ്മാനായ റബ്ബേ, നിന്റെ ദീൻ വിശ്വസിച്ചു എന്നതിന്റെ പേര്, നിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നു എന്നതിന്റെ പേര്, നിന്റെ ഹബീബിന്റെ സമുദായമായി പോയി എന്നതിന്റെ പേരിൽ അനുഭവിക്കുന്ന ഈ പീഡനങ്ങളിൽ നിന്ന് റഹ്മാനെ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാൻ റഹീമിനായ റബ്ബേ, ബോംബ് വർഷിച്ചവരെ കൊല്ലാൻ തീരുമാനിക്കുന്നവരെ നീ നശിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ലോകത്ത് സയ്യിദനാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ തക്ബീർ മുഴക്കി ചെന്ന കോലാങ്കുന്നുകൾ ഇന്ന് ശത്രുവിന്റെ കൈകളിലാണല്ലോ. ബൈത്തുൽ മഖ്ദസിന്റെ ചാരത്തേക്ക് ഞങ്ങൾക്ക് പലപ്പോഴും ജൂതന്റെ അനുവാദമില്ലാതെ കിടക്കാനാവാത്ത വിധം നിന്ദിരാണ് റഹ്മാനെ. അല്ലാഹുവേ, ആ പരിശുദ്ധമായ മസ്ജിദിന്റെ പരിസരം ജൂതന്റെ എല്ലാത്തരം ആക്രമണങ്ങളിൽ നിന്നും നീ ശുദ്ധീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ, ഈ ഉമ്മത്ത് തലകുനിച്ചു നിൽക്കുമ്പോ അല്ലാഹുവേ നിന്റെ ചോദ്യം ഉണ്ടാകാം, എവിടെയാണ് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ ഒരാളെന്ന്. അല്ലാഹുവേ, ഞങ്ങളിപ്പോ ഈ ഉമ്മത്ത് വന്ധ്യമായി നിൽക്കുകയാണ് റബ്ബേ, ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ, ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വിഷന്നൊട്ടിയിട്ട് കല്ല് വച്ച് കെട്ടേണ്ടി വരുന്ന വിധം ഞങ്ങളുടെ മക്കളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇതുപോലൊരു സമയവും ഇതുപോലൊരു നേരവും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, അങ്ങനെ ഗൂഢാലോചന ചെയ്യുന്നവരുടെ ഗൂഢാലോചനകളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്ന വിധം റഹ്മാനെ ഈ തെരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് വിജയമാക്കി തരണേ അല്ലാഹ്. പരാജയപ്പെടുത്തല്ല റബ്ബേ. അവസാനം ഞങ്ങൾക്ക് നമസ്കരിക്കാനും നൊമ്പ് നോക്കാനും കഴിയാത്ത വിധം ഈ രാജ്യം ഞങ്ങൾക്ക് അന്യമാക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് അന്യമാക്കല്ല റഹ്മാനെ. ഈ നാടിനു വേണ്ടി പൊരുതി മരിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കൾ, പിതാമഹന്മാർ, ഞങ്ങളുടെ നേതാക്കൾ, പണ്ഡിതന്മാർ, സയ്യിദുമാർ, അവരുടെ ഖബറുകൾ വിറങ്ങലിച്ചു പോകും വിധം ഞങ്ങളുടെ രാജ്യത്തെ നീ മതേതരത്വത്തിൽ നിന്ന് ഭിന്നമാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ കേൾക്കണേ അല്ലാഹ്. എന്തൊക്കെ നിന്റെ ഹബീബ് ഖൈറായി ചോദിച്ചുവോ എല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ആബിദീങ്ങളാക്കണേ അല്ലാഹ്, ഇൽമിന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ മുത്തഅല്ലിമീങ്ങളെയും നല്ല ഇൽമിന്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. അവരെ രണ്ട് ലോകത്തും വിജയിപ്പിക്കണേ അല്ലാഹ്. ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല റബ്ബേ, ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. വഴികേടിലാക്കല്ല റഹ്മാനെ, വഴികേടിലാക്കല്ല തമ്പുരാനെ. റഹ്മാനെ, ഇതിനു വേണ്ടി പണിയെടുക്കുന്നവർ, മാലിമീങ്ങൾ, മുദരിസുമാർ, അതുപോലെ ഓരോരുത്തരെയും റഹ്മാനായ റബ്ബേ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഇതിനു വേണ്ടിയുള്ള കമ്മിറ്റി ഭാരവാഹികളായി നിരന്തരം ഓടി നടക്കുന്ന സഹോദരന്മാർ, അല്ലാഹുവേ, രോഗങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, സാമ്പത്തിക പരാധീനയിൽ നിന്ന്, കച്ചവട നഷ്ടങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ റബ്ബേ. അല്ലാഹ്, ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലാഹ്, ഇഫ്ഫത്തിൽ ജീവിപ്പിക്കണേ അല്ലാഹ്, ഗിനയിൽ ജീവിപ്പിക്കണേ അല്ലാഹ്, ബറക്കത്തിലാക്കണേ അല്ലാഹ്. അവസാനം വരെയും റഹ്മാനായ റബ്ബേ നിന്റെ ഓർമ്മകളിലല്ലാത്ത മറ്റൊന്നിലുമാക്കി നീ മാറ്റല്ല റബ്ബേ. ഒടുക്കത്തെ നേരത്ത് നിന്റെ ഹബീബിനെ കണ്ടു മരിക്കാൻ അവസാനം റഹ്മാനായ റബ്ബേ നിന്റെ വിളിയാളം കേൾക്കുന്ന പോലെ ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് വിളിക്കപ്പെട്ടവരിൽ നീ പെടുത്തണേ റബ്ബേ, എന്ന് വിളിക്കപ്പെട്ടവരിൽ പെടുത്തണേ റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ നീ സ്വീകരിക്കല്ലാഹ്.
അള്ളാഹുവേ നീ സ്വീകരിക്ക റബ്ബേ. പഠിക്കാൻ പരീക്ഷ എഴുതിയിട്ടുള്ള കുഞ്ഞു മക്കളുണ്ട് റബ്ബേ, എല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ, പരാജയപ്പെടുത്തല്ല റഹ്മാനെ. അതിനുവേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ, എല്ലാവരെയും നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്ക റബ്ബേ. അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക വമിൻ തഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക ومن اليقين ما تهون علينا مصائب الدنيا ومتعنا بأسماعنا وأبصارنا ما أحييتنا به واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق بحق صلى الله على محمد صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, ദുആ ചെയ്യുക. എല്ലാവരും ദുആ എടുക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.